പ്രവർത്തനമാണ്. ഇലക്ഷൻ ആഗതമായ സാഹചര്യത്തിൽ എല്ലാ വാർഡ് കേന്ദ്രങ്ങളിലും ജനസഭകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഇലക്ഷനിലേക്ക് നയിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടി ഇത്തരത്തിലുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് നമ്മുടെ വാർഡ് 14 ജനസഭ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ജനസഭയുടെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വാർഡിൻ്റെ സെക്രട്ടറി രഞ്ജിത്ത് കെ ദേവനെ ക്ഷണിക്കുന്നു. ഒരു വാർഡായി നമ്മുടെ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. അത് പുനഃസംഘടനയുടെ ഭാഗമായിട്ടാണ് ഈ 2 വാർഡ് നമ്മുടെ പഞ്ചായത്തിനകത്ത് കൂടിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇത്രനാൾ 12ാം വാർഡായിരുന്ന നമ്മുടെ ബസാർ വാർഡ് 14ാം വാർഡായി മാറിയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാർഡിനുണ്ടായ മാറ്റം എന്ന് പറയുന്നത്, നമ്മുടെ വലിയൊരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ പോലും പുതുശ്ശേരി ഈ നമ്മുടെ പാലം കഴിഞ്ഞിട്ട് അപ്പുറത്തുള്ള ഒരു കട്ട നമ്മുടെ വാർഡിൻ്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ. ഈ പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് ആ ഒരു കട്ട നമ്മുടെ വാർഡിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ട്. അതാണ് ഈ പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ വന്നേക്കുന്ന, നമ്മുടെ വാർഡിൽ വന്നേക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ നേതൃത്വം കൊടുക്കുന്ന ഒരു മെമ്പറും വാർഡ് മെമ്പറാണ് നമ്മളിവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ഈ വാർഡിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ഇവിടുത്തെ സാധാരണക്കാരായ ഒരു മനുഷ്യനും അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട്, കൃഷിഭവനുമായി ബന്ധപ്പെട്ട്, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എത്രയോ ആനുകൂല്യങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരാളുകളും ഇതുവരെ അതിൻ്റെ ഭാഗമായി ഒരു ആനുകൂല്യം പറ്റുകയോ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു 90% പേരിൻ്റെ ഭാഗമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പഞ്ചായത്തിൽ നിന്നോ കൃഷിഭവനിൽ നിന്നോ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. എന്നാൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ ആനുകൂല്യങ്ങളെല്ലാം, ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളാണെങ്കിലും കൃഷിഭവൻ്റെ ആനുകൂല്യങ്ങളാണെങ്കിലും പഞ്ചായത്തിൻ്റെ ആനുകൂല്യങ്ങളാണ്, എല്ലാം തന്നെ നമ്മുടെ മെമ്പറെ ഇടപെട്ടുകൊണ്ട് എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം നിരന്തരമായി നമ്മുടെ കൃഷിഭവനിൽ വിത്ത് വിതരണവും അതുപോലെ തന്നെ ചെടി വിതരണവും അതുപോലെ തന്നെ വളത്തിൻ്റെ വിതരണവും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമ്മുടെ ഈ ഭാഗത്തെല്ലാം കൃത്യമായിട്ട് എത്തിക്കാൻ നമ്മുടെ മെമ്പർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് ഇനിയുള്ള ഒരു കാലഘട്ടം, ഇനിയുള്ള ഒരു 5 വർഷ കാലഘട്ടം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് നന്നായി മുന്നേറാൻ സാധിക്കണം. അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനമായിട്ടുള്ള അശോകൻ ചേട്ടനോട് സംസാരിക്കും. ഈ പഞ്ചായത്ത് 5 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDFൻ്റെ ഭരണസമിതി നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിപത്തായി, യാതൊരുവിധ ഒരു സാധാരണ ദൈനംദിന പ്രവർത്തനം നടക്കുന്ന രീതിയിലല്ലാതെ ഈ പഞ്ചായത്തിന് വലിയൊരു മാറ്റമോ അല്ലെങ്കിൽ ഒരു വികസനമോ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്ത് നമ്മളെ സംബന്ധിച്ചോളം വലിയ ഒരു വിഭവ സമൃദ്ധിയുള്ള ഒരു പ്രദേശം തന്നെയാണ്. നമ്മുടെ എയർപോർട്ടിനെ ഉപയോഗപ്പെടുത്തി നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ വരുത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇതൊന്നും ചെയ്യാതെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ പ്രധാന സെക്രട്ടറിയുള്ള ജോമൻ ചേട്ടനാണ്. ജോമനെ യോഗത്തിൽ ഭാഗമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘത്തിന്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള അശോകൻ ചേട്ടനാണ്. അശോകൻ ചേട്ടനെ സ്നേഹത്തോടുകൂടി യോഗത്തിൽ ഭാഗമായി സ്വാഗതം ചെയ്യുകയാണ്. യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ജിഷ്ടിയുണ്ട്. ജിഷ്ടിയെ ഏറെ സ്നേഹത്തോടുകൂടി യോഗത്തിൽ ഭാഗമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമുക്കറിയാം, നമ്മുടെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ഒരു കോൺഗ്രസിൻ്റെ ഞാൻ പറയുന്നില്ല, ഒരു വലതുപക്ഷ ചായവുള്ള നമ്മുടെ ഒരു വാർഡിൽ നിരവധിയായിട്ടുള്ള ആളുകൾ, നമ്മുടെ പഴയ തലമുറക്കാർ, നമ്മുടെ ഇപ്പോൾ ഉള്ള സഹാക്കൾ, ചേട്ടന്മാർ, അവരെല്ലാം നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും ഇവിടെ ഒരു ഇടതുപക്ഷ ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഒരുപാട് പേരുണ്ട്. അതുപോലെ നമ്മുടെ കർഷകരായിട്ടുള്ള ആളുകളുണ്ട്. അതിൻ്റെ നമ്മുടെ വാർഡിൻ്റെ ഭാഗമായിട്ട് നിന്നുള്ള ഹരിതകർമ്മ സേനയുണ്ട്. അവരെയൊക്കെ ആദരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു അനിവാര്യതയായിട്ട് കണ്ടുകൊണ്ട് ഈ യോഗത്തിൽ അവരെയും ആദരിക്കാനായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുൾപ്പെടെ ഇന്ന് ഈ വാർഡിൽ നമ്മുടെ അധ്യക്ഷൻ പാർട്ടിയുടെ നേതാവ് കൂടിയായിട്ടുള്ള പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറും DYFI നേതാവുമായിട്ടുള്ള സ്രാവ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്രാവ്, നമ്മുടെ വാർഡ് മെമ്പർ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരന്മാർ,
ഇനിയും കുറേ പേര് കൂടി എത്താനുണ്ട്. നമുക്കെല്ലാവർക്കും ഈ ജനസഭ വൻ വിജയമാക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായി വേണ്ടത് ഇതിൻ്റെ അത്യാവസാനം നിങ്ങളുടെ മനസ്സ് ഈ വേദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശരീരം അല്ല, മനസ്സാണ് ഈ വേദി എല്ലാവരിൽ നിന്നും അഭ്യർത്ഥിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ജിഷിയും അതുപോലെ ഈ പ്രദേശത്തെ CPM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നേതാക്കൾ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഈ വാർഡ് നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതിയത് വലതുപക്ഷ ചിന്തകന്മാർക്ക് ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് അവരെല്ലാം വീക്ഷിച്ചത്. അതിനുശേഷം 5 വർഷം പിന്നിടുമ്പോൾ CPIM എന്ന പാർട്ടിയെ അതുവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിയെ സംബന്ധിച്ച് തെറ്റിദ്ധരിച്ചവരും പാർട്ടിയെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തവരുമായിട്ടുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് നമ്മുടെ പാർട്ടി വളരെ ജനസ്നേഹമുള്ള, രാജ്യസ്നേഹമുള്ള, അതുപോലെ തന്നെ നല്ല ഇടപെടാൻ കൊള്ളാവുന്ന ഒരു പ്രസ്ഥാനമാണ്. മാത്രമല്ല, കാഞ്ഞൂരിലും പരിസര പ്രദേശത്തും ഈ വാർഡിൻ്റെ വിജയം ഈ അർത്ഥത്തിൽ വലിയൊരു സഹായകരമായ ഒരു രൂപവും ഭാവവും കൈവരിച്ചു എന്നുള്ളതാണ് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനെല്ലാം ചെറുതും വലുതുമായി പങ്കുവഹിച്ചവരാണ് ഇന്നിവിടെ വന്നിട്ടുള്ള മഹാഭൂരിപക്ഷം പേര്. ഈ നിലയിൽ ഞങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ CPIM കാഞ്ഞൂർ ലോക്കൽ കമ്മിറ്റിക്ക് ഇന്നിവിടെ വന്നിട്ടുള്ള ഏതാണ്ട് എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ചെറുതല്ല എന്നതാണ് ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. വീണ്ടും ഒരു 5 വർഷത്തേക്ക് കിടക്കുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി നമ്മുടെ സംസ്ഥാനത്തെ അംബീഷിക്കുക എന്നുള്ളതാണ് ഉദ്ഘാടകനായ എന്നെയെല്ലാം ഏൽപ്പിച്ചിട്ടുള്ള ചുമതല. ആമുഖമില്ലാതെ തന്നെ, മുഖവരയില്ലാതെ തന്നെ നമുക്കതിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ജോമോൻ എൻ്റെ കയ്യിൽ തന്ന കടലാസ് ഞാൻ വായിച്ച പ്രധാനപ്പെട്ട അജണ്ട ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരെ ആദരിക്കുന്ന കുറച്ച് പേരുകൾ ഞാൻ വായിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്ന കാര്യം പറഞ്ഞാൽ പാർട്ടിയുടെ ചരിത്രമാകും. നമ്മുടെ പാർട്ടി കേരളത്തിൽ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നമ്മുടെ പാർട്ടി ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ടോ രാജ്യത്തിന് വേണ്ടിയിട്ടോ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. ലോകത്തിലുള്ള എല്ലാ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെയും, തൊഴിലെടുക്കുന്ന മനുഷ്യരുടെയും എല്ലാം ഉന്നമനത്തിന് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPIM. കഴിഞ്ഞ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ കുറേ പേരുടെയെങ്കിലും മനസ്സിലുണ്ടാവും. മാർപ്പാപ്പ വേറെ ഒന്നുമല്ല പറഞ്ഞത്, അദ്ദേഹം ലളിതമായി പറഞ്ഞു. മാനിഫെസ്റ്റോയിലും ബൈബിളിലും എഴുതി വച്ചിട്ടുള്ള കാര്യം, അതിൻ്റെ രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്നാണ്. ഒരുപക്ഷെ മാർഗങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. ആദ്യത്തെ ലോകത്തെ വിപ്ലവകാരി എന്ന് പറയുന്നത് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് പോലെ യേശുക്രിസ്തുവാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവാണെന്ന് പറയാൻ കാരണം? അദ്ദേഹം പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്താ പറഞ്ഞത് അദ്ദേഹം? എൻ്റെ അടുക്കലേക്ക് വരും. ആദ്യമായി ലോകത്തിൽ പറഞ്ഞ
മഹാനായ വ്യക്തിത്വമാണ് യേശുക്രിസ്തു. അത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരോടുമുള്ള കടപ്പാടാണ് അദ്ദേഹം പറഞ്ഞത്. അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ലോകാടിസ്ഥാന എംഗൽസുമാണ്. കടിച്ചാൽ പൊട്ടാത്ത കാര്യമൊന്നും ഞാൻ പറയണില്ല കേട്ടോ, നിങ്ങൾക്കത് മനസ്സിലാവും. 19-ാം നൂറ്റാണ്ടിൽ 1848 കാറൽ മാർക്സ് ഒരു ചെറിയ പുസ്തകം ലോകത്തിന് പരിചയപ്പെടുത്തിയത്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. നിങ്ങളത് കണ്ടുപിടിച്ചാൽ മതി. എൻ്റെ ഏറ്റവും പുതിയ അറിവനുസരിച്ച് 177 രാജ്യങ്ങളുണ്ട്. അതിൽ 151 രാജ്യങ്ങളിൽ ഈ അരിവാൾ ചുറ്റി ആലേഖനം ചെയ്ത ചെങ്കൊടി പാറി പറക്കുന്നുണ്ട്. ലോകത്തിലെ മൂന്നാമത്തെ ഒരാളുടെ പേരാണ് നേരത്തെ സഖാവ് പറഞ്ഞത് പി കൃഷ്ണപിള്ള. 48 മരിച്ച പി കൃഷ്ണപിള്ള 42-ാം വയസ്സിലും മരിച്ചു. പാമ്പേടി ഏറ്റാണ് മരിച്ചത്. ഒളിവ് കഴിഞ്ഞപ്പോഴാണ് മരിച്ചത്. അദ്ദേഹമാണ് EMSനെയും AKGയെയും പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്കും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കും കൊണ്ടുവന്ന മൂന്നാമത്തെ ഇന്ത്യയുടെ പരമാത്മാവും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം നെഞ്ചേറ്റിയതുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മറ്റൊരു പേരാണ് സഖാവ് എന്നറിയപ്പെടുന്ന പി കൃഷ്ണപിള്ള. EMSനെ നിങ്ങൾക്കറിയാമോ? 10,000-കണക്കിന് പാട്ടമിളക്കുന്ന ജന്മകുടുംബത്തിൽ ജനിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആദ്യം കോൺഗ്രസിലും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ആകൃഷ്ടനായി നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി തൻ്റെ സ്വത്ത് മുഴുവൻ വിറ്റ് ദേശാഭിമാനി പ്രസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ച EMS തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. സാകളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായി മാറിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹത്തായ ചരിത്രം കുറിച്ച ഇന്ത്യയിലെ തൊഴിലാളി വർഗ സമരങ്ങളിൽ മുൻനിന്ന് പ്രവർത്തിച്ച ഇങ്ങനെയുള്ള 100 കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ, ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മൂർത്തിഭാവങ്ങൾ. ഇവരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി മുൻനിര പ്രവർത്തകരായി ഗാന്ധിജിയോടൊപ്പം എല്ലാം പ്രവർത്തിച്ചവർ. നിങ്ങൾക്കറിയാമോ, വൈക്കം സത്യാഗ്രഹം ഗാന്ധിജി വന്നിട്ടുണ്ട്. അതുപോലെ പാലിയ സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, എത്രയെത്ര സത്യാഗ്രഹങ്ങളായിരുന്നു. ആ ഗുരുവായൂർ സത്യാഗ്രഹം പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടൊക്കെ അഭിമാനപൂർവ്വം ഒന്ന് പറഞ്ഞു കൊടുക്കണം, നല്ലതാണ്. എന്തിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത്? എല്ലാവരും മസിൽ പിടിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത്? നമുക്ക് ഒരു കാലത്ത് ഗുരുവായൂരപ്പനെ വീട്ടിലിരുന്ന് തൊഴുക. ഗുരുവായൂരപ്പ എൻ്റെ മക്കളെ നന്നായി പഠിപ്പിക്കാൻ അവർക്ക് ബുദ്ധി കൊടുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഗുരുവായൂർ, ആ വല്യമ്മ അവിടെ ഇരിക്കണ്ടല്ലോ, ഗുരുവായൂർ അമ്പലത്തിൽ ചെറുപ്പത്തിൽ പോകാൻ പറ്റുമായിരുന്നോ? വളരെ ചെറുപ്പത്തില് ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് അവിടെ ഗുരുവായൂരപ്പന് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ആ കുളത്തിലൊന്നും കുളിക്കാനും പറ്റൂല. നമ്മള് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുള്ള സങ്കല്പം എന്തായിരുന്നു ഒരു കാലത്ത്? ഈശ്വര വിശ്വാസം ഇല്ലാത്തവർ. നമ്മളെ കുറിച്ച് പറഞ്ഞതാ, പാപത്തൂല്ലേ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ? ഈശ്വര വിശ്വാസം ഇല്ലാത്തവരെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സമൂഹം വെറുത്തോളൂല്ലോ. ഒരു കാലത്ത് നമ്മളെ തോൽപ്പിക്കാൻ മനോരമ അടക്കം എഴുതി. എന്നാൽ ഏറ്റവും കൂടുതൽ സത്യസന്ധരായ ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളത് ഈ CPMന്റെ കൂടെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അങ്ങനെയാണ് നമ്മുടെ ചരിത്രം കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ പിച്ച വച്ച് കേരളം മുന്നോട്ട് പോയി കേരളത്തിൽ നടന്ന പോരാട്ടങ്ങളുടെ ഉൽപ്പന്നമാണ് 1957 ആദ്യത്തെ ഗവൺമെന്റ് അല്ലേ? ആദ്യത്തെ ഗവൺമെന്റ് ആരുടെയാ? ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ?
EMS എല്ലാവരും കൂടി പറഞ്ഞാൽ എന്ത് സന്തോഷമായെന്ന്. ആ EMS വന്നപ്പോഴാണ് തനിക്കൊരു ഇടമുണ്ട് എന്ന് കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലായത്. അങ്ങനെയാണ് കേരളത്തിൽ ലക്ഷം പേരുടെയും സ്വന്തമായിരുന്നില്ല. EMS കൊണ്ടുവന്ന ഒരു നിയമത്തിന്റെ പേരെന്താണ്? ഭൂപരിഷ്കരണം. കുറച്ചു പേരെങ്കിലും നന്നായിട്ട് പഠിച്ചില്ല. ഇതൊക്കെ ഒന്ന് പഠിച്ചിരുന്നോ? എന്ത് രസമാണെന്നറിയോ? എന്ത് അർത്ഥവത്തായിട്ടുള്ള ജീവിതം നമുക്ക് നയിക്കാം. നമ്മളോട് മക്കളോട് കഥ പറയുമ്പോൾ ഈ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തേ മക്കൾ നല്ല ദേശസ്നേഹികളാവും, നല്ല രാഷ്ട്രീയക്കാരാവും, നല്ല വാർഡ് മെമ്പർമാരാവും, നല്ല മനുഷ്യപ്പറ്റുള്ളവരാവും. അല്ലേ? കേരള ചരിത്രത്തിൽ പുഴുവിനെ പോലെ പാർശ്വവൽക്കരിച്ച ജനതയ്ക്ക് താൻ താമസിക്കുന്ന ഇടം, പാട്ടത്തിന് കൃഷി ചെയ്ത ഇടം അവൻ്റേതാക്കി മാറ്റിയ ഒരു നിയമത്തിന്റെ പേരാണ് സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത്. കളക്ടറാവാൻ നമ്മളെക്കാളും ബുദ്ധിയുള്ള ആയിരുന്നു. പഴയ കാലത്ത് കാടും തകരയൊക്കെ തിന്നുമ്പോൾ നല്ല ബുദ്ധി ഉണ്ടാവും, ഓർമ്മയുണ്ടാവും. എന്തുകൊണ്ടാവാഞ്ഞെന്നറിയാമോ? പാവം ലീലവല്യമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ആ കാലത്ത് ഈ പൊരിഞ്ഞ പോരാട്ടത്തിൽ പങ്കെടുത്ത് കാണിയിരിക്കും. എന്താ കളക്ടറാവാഞ്ഞെന്നറിയാമോ? അന്ന് പഠിക്കാൻ ഫീസ് കൊടുക്കും, 10ാം ക്ലാസ് വരെ. അല്ലെങ്കിൽ മോഞ്ചേട്ടനൊക്കെ ഒരു മൈക്ക് സെറ്റ് പിടിച്ചുകൊണ്ട് സൈക്കിൾ ഒന്നിക്കൊണ്ട് വർഷങ്ങൾ നടക്കുമായിരുന്നു. പഠിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് മോഞ്ചേട്ടൻ ഉദ്യോഗസ്ഥനാവാഞ്ഞു. ഇവിടെ ഇരിക്കുന്ന പല EMS പറഞ്ഞു 7ാം ക്ലാസ് വരെ ഇനി എല്ലാവർക്കും പഠിക്കാം. തീരുമാനം. അങ്ങനെയാണ് ഇവിടത്തെ ഏതാണ്ട് 70% വരുന്ന ഈഴവ ദളിത് വിഭാഗങ്ങൾക്ക് 7ാം ക്ലാസ് വരെ സൗജന്യമായി പഠിക്കാൻ ചാൻസ് കിട്ടിയപ്പോഴാണ് അവർ പഠിത്തം ആരംഭിച്ചത്. സാക്ഷരതാ പ്രസ്ഥാനം എന്തുകൊണ്ടാണ് നമ്മുടെ നയനാർ കൊണ്ടുവന്നത്? അന്നും നിർഭാഗ്യവും കൊണ്ട് മാത്രം പഠിക്കാൻ പറ്റാത്തവർക്ക് അക്ഷരം പഠിപ്പിക്കാൻ നയനാർ വന്നപ്പോൾ അന്ന് ആ കാലത്ത് പഠിക്കാൻ പറ്റാത്തവരെ അക്ഷരം പഠിപ്പിച്ചു നമ്മൾ, ഇല്ലേ? അങ്ങനെ നമ്മൾ 7ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം ആ ഗവൺമെന്റിന് പിരിച്ചുവിട്ടു. വീണ്ടും 67-ൽ ഒരു പന്ത് നിലത്തടിക്കുമ്പോൾ എത്ര ശക്തിയോടുകൂടി നിലത്തടിക്കുന്നുവോ അത്ര ശക്തിയോടുകൂടി ഉയർന്നു പൊങ്ങുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇനി വരില്ല എന്ന് തീരുമാനിച്ച് ഇവിടുത്തെ യുവജന സമരമൊക്കെ കഴിയും. വെറും 45 രൂപ. ഇപ്പൊ കിട്ടുന്ന പെൻഷൻ എത്രയാ? പെൻഷൻ കിട്ടുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈവയ്ക്ക്, ക്ഷീണം മാറുകയും ചെയ്യും. 1600. ചേച്ചിക്ക് ഇങ്ങനെ പറയണം. എന്താ ഇതൊരു തമാശക്കളിയാ? 1600 രൂപ വീടുകളിൽ പോയി നമ്മുടെ തന്തവരിലൊന്ന് അമർത്തി കഴിഞ്ഞാൽ വീടുകളിൽ കൊണ്ടുപോയി 1600 രൂപ പെൻഷൻ കൊടുക്കുന്ന ലോകത്തിലെ ഒരു സ്ഥലമുള്ളൂ. ആ സ്ഥലത്തിന്റെ പേരെ കേരളം. നമ്മുടെ പുറയിൽ തമിഴ്നാടുണ്ട്, അവിടെ 1000 ഉള്ളൂ. തമിഴ്നാടുണ്ട്, അവിടെ 1000 ഉള്ളൂ. ലോകത്തിൽ ഈ ഗവൺമെന്റ് മാറണോ? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കേരളത്തിലെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമതും വരണ്ട എന്ന വീട് 2500 മുതൽ 3500 വരെ വരുന്ന 5 വർഷം കൊണ്ട് ഉയരും. എന്തുകൊണ്ടാ ഈ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നത്? നമ്മുടെ മുമ്പിൽ വരുന്ന ഏതാണ്ട് 12-13 പേരിൽ 7 പേർക്ക് പെൻഷൻ ഉണ്ട് കേരളത്തില്. ആ പെൻഷൻ ഇന്ന് നമ്മുടെ എല്ലാ മേഖലയിലും ഒരു സജീവത ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, സാക്ഷരതാ പ്രസ്ഥാനം നമ്മുടെ 2016-ൽ VS അതിനിടയ്ക്ക് വന്നു. VS വന്നപ്പോൾ തുല്യ സ്ഥാനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ഇവിടെ എങ്ങനെയാ നിങ്ങളുടെ വനിതാ മെമ്പർ ഉണ്ടായത്? അതുവരെ 30% ഉണ്ടായിരുന്നു. പകുതി മെമ്പർമാർ സ്ത്രീകളായിരിക്കണം. എങ്ങനെയുണ്ട് നമ്മുടെ മെമ്പർ വന്നിട്ട്? മോശമായ എന്ത് സ്നേഹമുള്ള മെമ്പർ, ശാന്തനായ മെമ്പർ, ഒരു അഹങ്കാരം ഇല്ലാത്ത മെമ്പർ, ധാർഷ്ട്യമില്ലാത്ത മെമ്പർ. ഞാനിപ്പോ പൊക്കി പറയണമെന്നില്ല, ആദ്യമായിട്ട് 5 കൊല്ലത്തിനുള്ളിൽ പറയണം. ഞാൻ ഒരു വീഴ്ചയാണ് മെമ്പറാണ്. ഒരു ജാടയില്ല. സാധാരണക്കാരോടൊപ്പം, വോട്ട് ചെയ്യാത്തവർക്കൊപ്പം, വോട്ട് ചെയ്തവർക്കൊപ്പം എല്ലാവർക്കും ഒരഭിപ്രായം. ഈ വാർഡിൽ, ഈ പഞ്ചായത്തിൽ
ഒരുപക്ഷെ ഏറ്റവും നല്ല മെമ്പർക്കുള്ള ഒരു വോട്ടെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ 1ാം സ്ഥാനം അലങ്കരിക്കാൻ കഴിയുന്ന ഒരു മെമ്പറായി എന്തുകൊണ്ട് നമ്മുടെ മെമ്പർ ഉയർന്നു വന്നു? നമ്മൾ വ്യക്തിയെ അടർത്തി കാണാറില്ല. പാർട്ടി ഒരു ശിക്ഷണം കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ആകണം ഒരു മെമ്പർ. നമ്മുടെ പാർട്ടിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്, എല്ലാവരുടെയും മെമ്പറാകണം. പിന്നീട് പിണറായി 2016 വന്നപ്പോ ഈ കേരളത്തിലെ വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാത്തവർക്കും വേണ്ടി 4 പദ്ധതികൾ കൊണ്ടുവന്നു. മറവി ഒരു അനുഗ്രഹമാണെങ്കിലും ചില സന്ദർഭത്തിൽ അത് ശാപമാണ്. നമ്മളിതൊക്കെ ഒന്ന് പഠിക്കണം, ഇലക്ഷനിൽ പറയണം. ആ 4 തൂണുകൾ ഏതൊക്കെയായിരുന്നു? ആ 4 തൂണുകൾ ഈ കേരളത്തിൻ്റെ ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ഏത് പാർട്ടിക്കാരായിക്കോട്ടെ അവൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ 4 തൂണുകൾ, 4 ജീവിത ദർശനങ്ങൾ പാർട്ടി പറഞ്ഞു, നടപ്പിലാക്കി. അപ്പോൾ കേരളം എവിടെ എത്തി? ആ 4 ദർശനങ്ങൾ, 4 ജീവിതത്തിൻ്റെ ഉദാത്തമായ 4 മേഖലകൾ ഏതൊക്കെയാണ്? കേരളത്തിലെ പാവപ്പെട്ടവന് അവൻ്റെ മക്കളെയും ഡോക്ടറാക്കാനും IAS-കാരനാക്കാനും ഉയർന്ന വിദ്യാഭ്യാസത്തിലൂടെ അവൻ്റെ മക്കളും മറ്റ് സാമ്പത്തിക ശേഷിയുള്ള മക്കളെ പോലെ ഉയർന്നു വരാൻ കഴിയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ രംഗത്തുള്ള കരിക്കുലറും എല്ലാം പുതുക്കപ്പെടുന്നു. ഇന്ന് കേരളത്തിന്റെ സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് 10 ലക്ഷം പേരാണ് തിരിച്ചു വന്നത്. ഈ കേരളം ലോകത്തിലെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും നമ്പർ 1 കേരളമായി. ഇതല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്? എന്തെല്ലാം പ്രോജക്റ്റുകളാ, എന്തെല്ലാം പദ്ധതികളാ. പഴയ ടീച്ചർമാരാണോ ഇപ്പോഴത്തെ ടീച്ചർമാർ? ഇതൊരു മോളിൽ നിന്ന് പൊട്ടി വീണതാണോ? ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഉണ്ടായത്. അതാണ് ഒരു പദ്ധതി. ആ പദ്ധതിയുടെ പേരെന്താണ്? കേരളീയർ മറന്നുപോകും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇല്ലേ? മക്കൾ പഠിക്കുന്നില്ലേ? മക്കളെ കുറിച്ച് പഠിക്കുന്നില്ലേ? ഈ കാലത്ത് എന്റെ കാര്യം പറയാം പ്രിയപ്പെട്ടവരെ. എനിക്ക് ഇന്ന് 60 വയസ്സ്. എൻ്റെ അച്ഛൻ മരിക്കുന്നത് എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ. ആ ജീപ്പ് കത്തിച്ച് 2 പേരെയും കൊന്ന് ആനന്ദ നൃത്തമാടിയ RSSന്റെ ആ ബജരംഗ് ദൾ, ഞാനെല്ലാം പ്രതിഷേധ പ്രകടനം നടത്തി. എനിക്കെല്ലാം കേസ് വന്നൊരു കാലഘട്ടം മറക്കാൻ കഴിയുമോ? അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾ നോക്ക്. ഇപ്പോ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോ നമ്മുടെ അങ്കമാലി ആ 2 സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോ നമ്മുടെ അങ്കമാലി കപ്പേളയ്ക്ക് മുമ്പിൽ നമ്മളൊരു പ്രതിഷേധം സംഘടിപ്പിച്ചു. LFന്റെ ഡയറക്ടർ, പ്രമുഖ പ്രാസംഗികനായിട്ടുള്ള താലേക്കാട്ടിൽ അച്ഛൻ ഇല്ലേ അച്ഛൻ വന്ന് പ്രസംഗിച്ചു. അച്ഛൻ പറഞ്ഞു, ഈ ചെന്താരകം CPIM ഇന്ത്യയിലും കേരളത്തിലും പടർന്ന് പന്തലിക്കണം. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, തെറ്റിദ്ധരിക്കേണ്ട കമ്മ്യൂണിസ്റ്റുകാരെ. ആ വിചാരധാരയിൽ പറയുന്ന 3 പേരെ നിഷ്കാസനം ചെയ്യുന്ന പ്രവൃത്തിയാണ് ബജരംഗ് നടത്തുന്നത്, RSS നടത്തുന്നത്. അതിലൊന്ന് മുസ്ലിങ്ങൾ, 1 മിഷണറിമാർ, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഇവര് 3 പേരും കൂടി കൈകോർക്കണം. എങ്ങനെയുണ്ട്? ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോ നമ്മുടെ തലേക്കാട്ടിൽ അച്ഛൻ ആ ഉച്ചഭാഷയിലൂടെ പറഞ്ഞത് ഒരു ഗദ്ഗതം പോലെ, ഒരു ഇടിനാദം പോലെ അങ്കമാലിയുടെ ജനങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. പുതിയ കാലഘട്ടം പറയുകയാണ്, കമ്മ്യൂണിസ്റ്റുകാരും ക്രൈസ്തവരും ന്യൂനപക്ഷങ്ങളും ഒരുമിച്ച് നിൽക്കണം. ഈഴവാദി ജനവിഭാഗങ്ങൾ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. ഈ പാർട്ടിയെ സംശയരഹിതമായി പ്രവർത്തിക്കുകയാണ്. ജനങ്ങൾക്ക് സംശയമില്ലാതെ നോക്കിക്കാണാൻ കഴിയുന്ന ഈ പാർട്ടിയല്ലാതെ വേറെ പാർട്ടിയുടെ പേര് പറയാമോ? വെല്ലുവിളിച്ച് നമുക്ക് ചോദിക്കാം. ഉണ്ടാകും, ഒരു ഒട്ടു കൊടുത്താൽ മതി. തലേ ദിവസം നമ്മളെ മയക്കി കിടത്താൻ വരുന്നവരോട് ടാറ്റ പറയാൻ ഈ ദേശസ്നേഹം മതി. ഈ രാജ്യം തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ്, എൻ്റെ തീരുമാനത്തിന്റെ ഭാഗമായി പ്രസംഗിച്ചതല്ല. ഈ കേരളീയ ചരിത്രം, പാവപ്പെട്ടവന്റെ ചരിത്രം, ന്യൂനപക്ഷങ്ങളുടെ ചരിത്രം, ഇന്ത്യയിലെ നമ്മുടെ ജീവനും സ്വത്തിനും വരുന്ന ഭീഷണി, ഇതിനെല്ലാം മറികടക്കാൻ LDF സംവിധാനം കേരളത്തിലെ പോലെ ഇന്ത്യയിൽ പടർന്ന് പന്തലിക്കണം. അതിന് 14ാം വാർഡ്
ഈ കാലഘട്ടത്തിൻ്റെ ഉൾവിളി കേട്ട് ഒരു ഉജ്ജ്വലമായ ഒരു സമ്മാനം ഈ കാഞ്ഞൂരിനും കേരളത്തിനും കൊടുക്കാൻ കഴിയുമാറ് ഈ 14-ാം വാർഡ് വീണ്ടും മാതൃകയാകുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലോക്കൽ കമ്മിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും ആ ആഗ്രഹം സഫലീകരിച്ച് തരണമേ എന്ന ഏറ്റവും വിനയപൂർവമായ അഭ്യർത്ഥന നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും സംഭാഷണങ്ങളിലും എല്ലാം ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. സഹാക്കൾക്ക് അഭിവാദ്യം. വളരെ അഭിമാനമാണ് നമുക്ക് വളരെ സന്തോഷമാണ് ബാലകൃഷ്ണ പാർട്ടിയോടൊപ്പം എത്തിയത്. വളരെ സന്തോഷം. യോഗത്തിന്റെ ഉദ്ഘാടകൻ അശോകേട്ടൻ, നമ്മുടെ സൊസൈറ്റിയുടെ ബോർഡ് ബേബിച്ചേട്ടൻ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ 5 വർഷക്കാലം എനിക്ക് എല്ലാ സപ്പോർട്ടും തന്ന് എൻ്റെ പാർട്ടിയുടെ സഹാക്കളും അതുപോലെ തന്നെ എല്ലാ നമ്മുടെ വാർഡിലെ അംഗങ്ങളും പാർട്ടിയിലായിട്ട് നമ്മുടെ പാർട്ടി നോക്കുന്ന എല്ലാ UDF ആയാലും LDF ആയാലും അങ്ങനെ ഒരു ഇത് നോക്കാനാണ് നമ്മൾ ഇതേവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്നോടൊപ്പം ഈ 5 വർഷക്കാലം എല്ലാ സപ്പോർട്ടും തന്ന് എന്നെ സഹായിച്ച എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾക്കറിയാം, ഞാനൊരു വീട്ടമ്മയായിരുന്നു. എന്നെ പൊതുരംഗത്തേക്ക് എത്തിച്ച എല്ലാവരും നന്ദി അറിയിക്കുന്നു. ആദ്യ വർഷങ്ങളിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് എന്താ, മെമ്പർ കടമകൾ എന്താ എന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മള് വെച്ചത് കോവിഡ് കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിൽ കൂടിയും എന്നാൽ ആകുന്ന വിധത്തില് എന്നോടൊപ്പം നിന്ന സഹാക്കളും എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ അവസരത്തില് നന്ദിയോടെ ഓർക്കുകയാണ്. ഇനി അധികമൊന്നും പറയുന്നില്ല. ഞാൻ എല്ലാവർക്കും പോകാൻ തിരക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ കടമയിലേക്ക് കടക്കാണ്. അപ്പൊ നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ജോമോൻ, ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ യോഗത്തിലേക്ക് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ജനസഭ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ അശോകൻ ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ വാർഡിന്റെ പേരിലും ഈ ജനസഭയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ രഞ്ജിത്ത് ഇത്രയും എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് എല്ലാം ഇത്രയും ഭംഗിയാക്കാൻ സഹായിച്ച രഞ്ജിത്തിനും അതോടൊപ്പം കൂടെ നിന്ന് എല്ലാ സഹാക്കൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ സഹാക്കൾക്കും ഒറ്റവാക്കില് അതുപോലെ ചേച്ചിമാരുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മുടെ ഹരിതകർമ്മസേന അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒത്തിരി നമ്മള് വിലമതിക്കേണ്ട ഒരു പ്രവർത്തനമാണ് അവരുടേത്. എല്ലാവരുടെയും നിന്നും ചീത്ത വാക്കുകളും ഒരു നല്ല വാക്ക് പറയാനോ ഒന്നും അവരോട് ആരും സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ
15 വാർഡിലും ഏറ്റവും സഹകരിക്കാത്ത വാർഡ് നമ്മുടെ വാർഡായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഒരുവിധം മെച്ചപ്പെട്ട് വരുന്നുണ്ട്. എങ്കിൽ കൂടിയും എല്ലാവരും ഒരിക്കൽ കൂടി അവരോട് കൂടെ ഒന്ന് സഹകരിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും അവരോടൊപ്പം ഹരിതകർമ്മസേനയ്ക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ആശാവർക്കർ, അവരുടെ പ്രവർത്തനങ്ങൾ നല്ല ഇതായിരുന്നു. അപ്പോൾ അവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നെ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ളവരുണ്ട്, പിന്നെ തൊഴിലുറപ്പ് മേഖലമാര്, എല്ലാവരും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സഹാക്കളെയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒറ്റ വാക്കി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you.